അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള നട്ട്സ് ആൻഡ് സീഡ്സ് പൗഡറിൻ്റെ റെസിപ്പിയാണ്. ഇത് നമ്മൾ ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഫ്രൂട്ട്സൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു 2 ടീസ്പൂൺ ഇത് കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അതിനു വേണ്ടി ഞാനിവിടെ 50 ഗ്രാം വീതം സൺഫ്ലവർ സീഡ്, പിസ്ത, വാൾനട്ട്, അണ്ടിപ്പരിപ്പ്, ബദാം, പിന്നെ പംകിൻ സീഡ്, പിന്നെ മെക്ഡാമിയ നട്ട് അങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതെല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം ഞാൻ ബദാം, വാൾനട്ടാണ് റോസ്റ്റ് ചെയ്യുന്നത്. നമ്മുടെ അടുത്തുള്ള നട്ട്സ് എന്തൊക്കെയാണെങ്കിൽ അതൊക്കെ നമുക്ക് അതിന് വേണ്ടി ഉപയോഗിക്കാം കേട്ടോ. ഇപ്പോൾ നല്ല റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പും മാക്ഡാമിയ നട്ടും പിസ്തയും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് കുട്ടികൾക്കൊക്കെ പാലിട്ട് കൊടുക്കാനും ഒക്കെ നല്ലതാണ് കേട്ടോ. ഇനി ഞാനിവിടെ കുറച്ച് പംകിൻ സീഡും സൺഫ്ലവർ സീഡും എടുത്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. നിങ്ങളടുത്ത് ഫ്ലാക്സ് സീഡ് ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എനിക്കിപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായില്ല, അതുകൊണ്ടാണ് ചേർക്കാതിരുന്നത്. എല്ലാം നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതും നല്ല പാകത്തിനായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലേക്ക് 50 ഗ്രാം റോസ്റ്റ് ചെയ്ത കടലയും കൂടി ചേർക്കണമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ അത് കടല പൊടിച്ചതുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് വറുക്കാതിരുന്നത്. അപ്പോൾ പൊടി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കണം. പിന്നെ ഞാനിവിടെ മധുരത്തിനായിട്ട് ചേർക്കുന്നത് ശർക്കര പൊടിയാണ്. ഇനി എല്ലാം നമുക്കൊന്ന് തരിതരിപ്പായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. പൊടിക്കുമ്പോൾ നിർത്തി പൊടിക്കണം കേട്ടോ, അല്ലെങ്കിൽ പിന്നെ പൾസ് ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഓയിൽ വന്നിട്ട് കട്ടയാവുള്ളൂ. ഇപ്പം ഞാനെല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കടലയുടെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ കറിക്ക് ഉപയോഗിക്കുന്ന കടല റോസ്റ്റ് ചെയ്ത് വരുന്നത് ഞാൻ ഒന്നും കൂടി റോസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി മധുരത്തിനായിട്ട് ഞാനിവിടെ 50 ഗ്രാം ശർക്കരപ്പൊടിയാണ് ചേർക്കുന്നത്. അതും കൂടി ചേർത്ത് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിൽ സൂക്ഷിക്കാം. ഇത് നമുക്ക് നോമ്പ് തുറന്ന് നമ്മൾ ഫ്രൂട്ട്സൊക്കെ കഴിച്ചതിന് ശേഷം നമുക്ക് 2 ടീസ്പൂൺ കഴിക്കാം. അതുപോലെ തന്നെ നമുക്ക് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കുമ്പോൾ അതിനും ഉപയോഗിക്കാം. പിന്നെ നമുക്ക് ഉണ്ട ഉണ്ടാക്കാം. അപ്പോൾ ഇതിൽ കുറച്ച് തേങ്ങ ചിരവിയതിട്ട് കുറച്ച് ശർക്കരയും കൂടി നമുക്ക് വേണമെങ്കിൽ ഒന്ന് സിറപ്പാക്കിയിട്ട് അതും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഉണ്ടാക്കിയിട്ടും കുട്ടികൾക്ക് കൊടുക്കാം. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.